കരിങ്കല്ലിലെ കാൽപ്പാടുകൾ, ദ സ്റ്റോൺ ഫുട്പ്രിന്റ്സ്. വയനാടൻ ചുരങ്ങൾക്കപ്പുറമുള്ള മായാപുരി എന്ന ചെറിയ ഗ്രാമത്തിലേക്ക്, അവിടുത്തെ പഴയൊരു മനയിലെ പുരാതനമായ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വന്നതാണ് ആർക്കിയോളജി സ്റ്റുഡന്റായ രാഹുൽ. ആരും താമസിക്കാത്ത കാടുമൂടി കിടക്കുന്ന ആ പഴയ മനയ്ക്ക് ചുറ്റും വലിയ കരിങ്കൽ മതിലുകളുണ്ടായിരുന്നു. അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ നാട്ടുകാരനായ ഒരു കാരണവർ രാഹുലിന് ഒരു മുന്നറിയിപ്പ് നൽകി. മോനെ, രാത്രി 12 മണി കഴിഞ്ഞാൽ ആ മനയുടെ വടക്കിനിപ്പുറത്തേക്ക് നോക്കരുത്. അവിടെ വലിയൊരു കരിങ്കൽ തറയുണ്ട്. അതിലേക്ക് ആരും നോക്കാൻ പാടില്ല. രാത്രിയായി. മനയ്ക്കുള്ളിലെ ഒരു മുറിയിൽ രാഹുൽ തന്റെ ലാപ്ടോപ്പും പുസ്തകങ്ങളുമായി ഇരുന്നു. സമയം 12 കഴിഞ്ഞപ്പോൾ പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ഒപ്പം ശക്തമായ ഇടിയും മിന്നലും. പെട്ടെന്ന് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ രാഹുൽ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. ആ കരിങ്കൽ തറയ്ക്ക് മുകളിൽ ഒരു വലിയ തീപ്പന്തം കത്തുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നിട്ടും ആ തീ അണയുന്നുണ്ടായിരുന്നില്ല. കുതൂഹലമടക്കാനാവാതെ രാഹുൽ ടോർച്ചുമെടുത്ത് പതുക്കെ പുറത്തേക്കിറങ്ങി. മഴ നനഞ്ഞ് അവൻ ആ കരിങ്കൽ തറയ്ക്ക് അരികിലെത്തി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കരിങ്കലിൽ പുതിയതായി പതിഞ്ഞ 2 വലിയ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രാഹുലിന് തന്റെ പുറകിൽ ഒരു കരിയില അനങ്ങുന്ന ശബ്ദം കേട്ടു. അവൻ ടോർച്ചടിച്ചു നോക്കി. അവിടെ വന്യമായ കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടിയുമുള്ള ഏതാണ്ട് 7 അടിയിലേറെ ഉയരമുള്ള ഒരു വിചിത്ര രൂപം നിൽക്കുന്നു. ആ രൂപത്തിന്റെ കാലുകൾ നിലത്തുണ്ടായിരുന്നില്ല. അവ വായുവിൽ ഒഴുകി നിൽക്കുകയായിരുന്നു. പേടിച്ചു വിറച്ച രാഹുൽ തിരിഞ്ഞോടി മനയ്ക്കുള്ളിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ടു. അവന്റെ ഹൃദയം പടപടാ ഇടിക്കുകയായിരുന്നു. ശ്വാസം നേരെ വീഴുന്നതിനു മുൻപ് തന്നെ ആ വലിയ തടിവാതിലിൽ ആരോ വന്ന് ശക്തമായി മുട്ടാൻ തുടങ്ങി. ഠം ഠം ഠം. വാതിൽ തകർന്നു പോകുമെന്ന അവസ്ഥയിലെത്തി. രാഹുൽ മുറിയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു. പെട്ടെന്ന് ആ മുട്ടൽ നിന്നു. പുറത്ത് പൂർണ്ണമായ നിശബ്ദത. അവൻ പതുക്കെ എഴുന്നേറ്റ് വാതിലിന്റെ കീഹോളിലൂടെ താക്കോൽ പഴുത് പുറത്തേക്ക് നോക്കി. പുറത്ത് ആരുമില്ല. പക്ഷേ പെട്ടെന്ന് ആ താക്കോൽ പഴുതിലൂടെ ചോര മരവിപ്പിക്കുന്ന ഒരു ചുവന്ന കണ്ണ് പ്രത്യക്ഷപ്പെട്ട് അകത്തേക്ക് നോക്കി. ഒപ്പം ഒരു സ്ത്രീയുടെ ഭീകരമായ ചിരിയും. രാഹുൽ നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് വീണു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ വന്നു നോക്കുമ്പോൾ മനയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. രാഹുലിന്റെ ലാപ്ടോപ്പും സാധനങ്ങളും അവിടെയുണ്ട്. പക്ഷേ അവൻ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. അവർ ആ കരിങ്കൽ തറയ്ക്ക് അരികിലേക്ക് ചെന്നു. അവിടെ രാഹുലിന്റെ ടോർച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അതിനൊപ്പം ആ കരിങ്കല്ലിൽ പുതിയൊരു കാൽപ്പാട് കൂടി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാഹുലിന്റെ കാലുകളുടെ അളവിലുള്ളതായിരുന്നു. ഈ രാഹുലിന് ശരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അവൻ ആ യക്ഷിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുമോ? അതോ ആ മനയ്ക്കുള്ളിൽ ഇന്നും അലഞ്ഞുതിരിയുകയാണോ? ഈ കഥയുടെ അടുത്ത ഭാഗം നെക്സ്റ്റ് കാരിലേക്ക് ഷെയർ ചെയ്യുക. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുക. മറ്റൊരു ഭയപ്പെടുത്തുന്ന അനുഭവവുമായി വീണ്ടും വരാം.